Hi all. Module 6 last topic on DHCP Dynamic Host Configuration Protocol. Then നമ്മൾ already പഠിച്ച കുറച്ച് കൺസെപ്റ്റുകൾ തമ്മിലുള്ള കമ്പാരിസൺസും ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് DHCP Dynamic Host Configuration Protocol. DHCP എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ ആണ്, വിച്ച് ഈസ് യൂസ്ഡ് ടു dynamically assign an IP address to any new node entering the network. ഒരു നെറ്റ്വർക്കിൽ പുതുതായിട്ട് എൻ്റർ ചെയ്യുന്ന ഒരു നോഡിന് ഡൈനാമിക്കായിട്ട് ഒരു IP അഡ്രസ്സ് അസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് നമ്മൾ DHCP എന്ന് പറയുന്നത്, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ. It permits a node to be configured automatically, thereby avoiding the necessity of involvement by a network administrator. ഒരു നോഡ് വന്നു കഴിഞ്ഞാൽ അതിന് ഡൈനാമിക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് IP പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഓരോ തവണയും അഡ്മിനിസ്ട്രേറ്റർ കയറി ഒരു മാനുവലായിട്ട് IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഇതാണ് DHCP എന്ന കൺസെപ്റ്റ്. നമുക്ക് ഓൾറെഡി നമ്മുടെ ഒരു സിസ്റ്റത്തിൽ നെറ്റ് കോൺഫിഗർ ചെയ്യുന്ന കേസസ് അറിയാം. നമുക്ക് നെറ്റ് കണക്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് അതിൽ ഓപ്ഷൻ കൊടുക്കാം. ഒന്നുകിൽ നമുക്ക് മാനുവലി IP അസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഒബ്റ്റെയിൻ IP അഡ്രസ് ഓട്ടോമാറ്റിക്കലി എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. മാനുവലി ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ തന്നെ അതിൻ്റെ അകത്തുള്ള IP അഡ്രസ്സ്, നെറ്റ്വർക്ക് മാസ്ക്, ഡിഫോൾട്ട് ഗേറ്റ് വേ ഒക്കെ പ്രൊവൈഡ് ചെയ്യണമായിരുന്നു. പക്ഷേ ഓട്ടോമാറ്റിക്കലി കൊടുക്കുകയാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു IP അഡ്രസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ആ സിസ്റ്റത്തിൽ അസൈൻ ആവും. ഈ ഒരു കൺസെപ്റ്റാണ് ഇവിടെ DHCP എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റിൽ ഒരു പുതിയ ഡിവൈസ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിന് ഡൈനാമിക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു IP അഡ്രസ്സ്, അവൈലബിൾ ആയിട്ടുള്ള IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യും. അല്ലാത്ത കേസായിരുന്നുവെങ്കിൽ ഓരോ ഡിവൈസ് എൻ്റർ ചെയ്യുമ്പോഴും നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ കയറി അയാൾക്ക് മാനുവലി ഒരു IP അഡ്രസ്സ് അസൈൻ ചെയ്യണമായിരുന്നു. ബട്ട് അത് വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ജോബാണ്. കാരണം ഓരോ സെക്കൻഡിലും അത്രയും നമ്പർ ഓഫ് ഡിവൈസസ് ഒരു നെറ്റ്വർക്കിൽ ജോയിൻ ചെയ്യുന്നുണ്ടാവും. അതിനൊക്കെ മാനുവലായിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. സോ ഈ DHCP വെച്ചിട്ട് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ വെച്ച് നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഈ DHCP എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. DHCP ഹാൻഡ് ഷേക്കിംഗ് മെക്കാനിസം എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ക്ലയൻറ്റ്, DHCP ക്ലയൻറ്റ്, DHCP സെർവർ. DHCP ക്ലയൻറ്റ് ഒരു നെറ്റ്വർക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ it sends out a DHCP discover message to identify DHCP servers. DHCP സെർവേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ DHCP ക്ലയൻറ്റ് ഒരു ഡിസ്കവർ മെസ്സേജ് അയക്കും. ആ ഡിസ്കവർ മെസ്സേജ് DHCP സെർവറിന് കിട്ടിക്കഴിഞ്ഞാൽ DHCP സെർവർ റെസ്പോൺസ് വിത്ത് ആൻ അവൈലബിൾ IP അഡ്രസ് ആൻഡ് ഓപ്ഷൻ. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള IP അഡ്രസ്സും അതിൻ്റെ ഓപ്ഷൻസും വെച്ചിട്ട് DHCP സെർവർ അതിന് DHCP ക്ലയൻറ്റ് റിപ്ലൈ കൊടുക്കും. സോ ഇപ്പം DHCP ക്ലയൻറ്റ് DHCP സെർവറിന് ഐഡൻറ്റിഫൈ ചെയ്തു ഇന്ന ഒരു IP അഡ്രസ്സ് അവൈലബിൾ ആണെന്നുള്ള കാര്യവും മനസ്സിലായി. നൗ ദ DHCP ക്ലയൻറ്റ് വിൽ റിക്വസ്റ്റ് ദ IP അഡ്രസ് ഫ്രം ദ സെർവർ. ഈ ഒരു IP അഡ്രസ്സ് ഈ ഒരു ക്ലയൻറ്റിന് കിട്ടാൻ വേണ്ടിയിട്ട് DHCP ക്ലയൻറ്റ് ആ ഒരു IP അഡ്രസ്സ് DHCP സെർവറിനോട് റിക്വസ്റ്റ് ചെയ്യും. നൗ DHCP സെർവർ ആ ഒരു IP അഡ്രസ്സ് അതിന് പ്രൊവൈഡ് ചെയ്തിട്ട് അക്നോളജ് ചെയ്യും. എന്നിട്ട് ഈ ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യും. ഇങ്ങനെയാണ് DHCP വർക്ക് ചെയ്യുന്നത്. DHCP ഹാൻഡ് ഷേക്കിംഗ് മെക്കാനിസം, DHCP ക്ലയൻറ്റ്, DHCP സെർവർ. DHCP ക്ലയൻറ്റ് നെറ്റ്വർക്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് DHCP സെർവറിനെ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് അയക്കുന്നു. ആ മെസ്സേജ് DHCP സെർവറിന് കിട്ടുന്നു. അത് അവൈലബിൾ ആയിട്ടുള്ള ഒരു IP അഡ്രസ്സും അതിൻ്റെ ഓപ്ഷൻസും വെച്ചിട്ട് അത് റെസ്പോണ്ട് ചെയ്യുന്നു. DHCP ക്ലയൻറ്റ് ആ IP അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് DHCP സെർവറിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. DHCP സെർവർ ആ ഒരു IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, അക്നോളജ് ചെയ്യുന്നു. ദെൻ ഈ ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവുന്നു. ഇതാണ് DHCP ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ എന്ന കൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചുള്ള കൺസെപ്റ്റാണ് ഡാറ്റാഗ്രാം സബ്നെറ്റും വെർച്വൽ സർക്യൂട്ട് സബ്നെറ്റും. അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കാം. ഈ ഫസ്റ്റ് ഡാറ്റാഗ്രാം, സെക്കൻഡ് വെർച്വൽ സർക്യൂട്ട്, ഡിഫറെൻറ്റ് ടേംസ് ബേസ് ചെയ്തിട്ടുള്ള കമ്പാരിസൺ. ഫസ്റ്റ് കണക്ഷൻ സെറ്റപ്പ്. നമുക്കറിയാം ഡാറ്റാഗ്രാമിൻ്റെ അകത്ത് കണക്ഷൻ സെറ്റപ്പ് ഒന്നും ചെയ്യുന്നില്ല. വെർച്വൽ സർക്യൂട്ടിൻ്റെ അകത്ത് കണക്ഷൻ സെറ്റപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ 3 സ്റ്റേജ് തന്നെയുണ്ട്. കണക്ഷൻ ആദ്യം സെറ്റപ്പ് ചെയ്തു, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തു, അതിനുശേഷം കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യണം. ബട്ട് ഡാറ്റാഗ്രാമിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള 3 സ്റ്റെപ്പുകളൊന്നുമില്ല. സോ അതാണ് ഒന്നാമത്തെ കണക്ഷൻ സെറ്റപ്പ്. 2 അഡ്രസ്സിങ്. ഡാറ്റാഗ്രാമിൻ്റെ അകത്ത് സെൻഡ് ചെയ്യുന്ന പാക്കറ്റിൻ്റെ അകത്ത്
ഫുൾ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ബട്ട് വെർച്വൽ സർക്യൂട്ടിൻ്റെ അകത്ത് ഷോർട്ട് വെർച്വൽ സർക്യൂട്ട് നമ്പർ ഐഡൻറ്റിഫയർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എന്തുകൊണ്ടായിരിക്കും? വെർച്വൽ സർക്യൂട്ടിൻ്റെ അകത്ത് ഓൾറെഡി ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ആ കണക്ഷനിലൂടെയാണ് എല്ലാ ഡാറ്റയും ഫ്ലോ ചെയ്യുന്നത്. എല്ലാ പാക്കറ്റും ഈ ഒരു പാത്താണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സിൻ്റെ ആവശ്യമില്ല. കാരണം എന്തായാലും അത് ആ ഒരു പാത്ത് വഴി ഡെസ്റ്റിനേഷനിലെത്തും. ബട്ട് ഡാറ്റാഗ്രാമിൻ്റെ കേസ് അങ്ങനെയല്ല. ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് റൂട്ട് നോക്കിയിട്ടാണ് ഇതിനെ റൂട്ട് ചെയ്ത് വിടുന്നത്. സോ അങ്ങനെ വിടുന്ന സമയത്ത് ഒരു കോമൺ പാത്ത് ഇതിന് ഫോളോ ചെയ്യാൻ പറ്റില്ല. സോ ഈ ഒരു ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് അതിലുണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന് ആ ഇൻ്റർമീഡിയറ്റ് റൂട്ടേഴ്സ് വഴി ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. ഇതാണ് സെക്കൻഡ് കൺസെപ്റ്റ്, അഡ്രസ്സിങ്. തേർഡ്, റൂട്ടിംഗ്. ഡാറ്റാഗ്രാമിൻ്റെ അകത്ത് പാക്കേജ് റൂട്ട് ഇൻഡിപെൻഡൻ്റ്ലി. വെർച്വൽ സർക്യൂട്ടിൻ്റെ അകത്ത് റൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് സെറ്റപ്പ് ഓൾ പാക്കറ്റ് ഫോളോ ദ റൂട്ട്. നേരത്തെ പറഞ്ഞ സെയിം കൺസെപ്റ്റ് തന്നെ ഇവിടെ. ഇനീഷ്യലി ഒരു പാത്ത് റൂട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ പാക്കറ്റ്സും വെർച്വൽ സർക്യൂട്ടിൻ്റെ അകത്ത് സെയിം പാത്താണ് ഫോളോ ചെയ്യുക. ബട്ട് ഡാറ്റാഗ്രാമിൻ്റെ കേസിൽ പാക്കറ്റ് ഡൈനാമിക്കലിയാണ് റൂട്ട് ചെയ്യുന്നത്. അറ്റ് എ ടൈം എന്താണ് ബെസ്റ്റ് റൂട്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ റൂട്ട് വഴിയായിരിക്കും പോകുന്നുണ്ടാവുക. അല്ലാതെ കോമൺ ആയിട്ടുള്ള ഒരു പാത്ത് ആയിരിക്കില്ല ഇതിൽ ഫോളോ ചെയ്യുക. ദിസ് ഈസ് അബൌട്ട് റൂട്ടിംഗ്. എഫക്റ്റ് ഓഫ് റൂട്ടർ ഫെയിലിയർ. ഇവിടെ റൂട്ടർ ഫെയിലിയർ ചെയ്താൽ ഉണ്ടാകുന്ന എഫക്റ്റ് എന്തായിരിക്കും? ഡാറ്റാഗ്രാമിൻ്റെ അകത്ത് റൂട്ടർ ഫെയിൽ ചെയ്താൽ വലിയ എഫക്റ്റ് ഉണ്ടാവില്ല. കാരണം ഓരോ ടൈമിലും റൂട്ടേഴ്സ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഫെയിലിയർ ആയ ടൈമിൽ ആ റൂട്ടർ എന്തെങ്കിലും പാക്കറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാക്കറ്റ് മാത്രമേ ലോസ് ആവുകയുള്ളൂ. ബട്ട് ഈ കേസിൽ ഈ പാത്തിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു റൂട്ടർ ഫെയിൽ ആവുകയാണെങ്കിൽ ആ എൻ്റയർ പാത്ത് തന്നെ അവിടെ ബ്രേക്ക് ആവും. എൻ്റയർ കമ്മ്യൂണിക്കേഷൻ തന്നെ അവിടെ ഫെയിൽ ആവും. ഇതാണ് എഫക്റ്റ് ഓഫ് റൂട്ടർ ഫെയിലിയർ. നെക്സ്റ്റ്, കഞ്ചഷൻ കൺട്രോൾ. ഡാറ്റാഗ്രാമിൻ്റെ അകത്ത് കഞ്ചഷൻ കൺട്രോൾ മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എന്നാൽ വെർച്വൽ സർക്യൂട്ടിൻ്റെ അകത്ത് കഞ്ചഷൻ കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. കാരണം ഡാറ്റാഗ്രാമിൻ്റെ അകത്ത് ഡൈനാമിക് റൂട്ടിംഗ് ആയതുകൊണ്ട് തന്നെ പല ടൈമിലും ഓരോ റൂട്ടർ വഴിയായിരിക്കും പോകുന്നത്. സോ ആ എല്ലാ റൂട്ടറിലും ഈ ഒരു കഞ്ചഷൻ കൺട്രോൾ മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. പക്ഷേ വെർച്വൽ സർക്യൂട്ടിൻ്റെ അകത്ത് ഒരു പ്രീ ഡിഫൈൻഡ് പാത്ത് ഉണ്ട്. ആ പാത്തിൻ്റെ അകത്ത് ഓൾറെഡി എക്സ്ട്രാ റിസോഴ്സസ്, ബഫർ സ്പേസ്, ബാൻഡ് വിഡ്ത്ത് അലോക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് കഞ്ചഷൻ ഒഴിവാക്കാൻ പറ്റും. സോ കഞ്ചഷൻ കൺട്രോൾ നമുക്ക് നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയാണ് ഡാറ്റാഗ്രാം സബ്നെറ്റും വെർച്വൽ സർക്യൂട്ട് തമ്മിലുള്ള ഡിഫറൻസ്. ഒന്ന് ബേസ്ഡ് ഓൺ കണക്ഷൻ സെറ്റപ്പ്, അഡ്രസ്സിംഗ്, റൂട്ടിംഗ്, എഫക്റ്റ് ഓഫ് റൂട്ടർ ഫെയിലിയർ ആൻഡ് ഫൈനലി കഞ്ചഷൻ കൺട്രോൾ. കണക്ഷൻ സെറ്റപ്പ് ഡാറ്റാഗ്രാമിന് ഉണ്ടാവില്ല, വെർച്വൽ സർക്യൂട്ടിന് റിക്വയർഡ് ആണ്. അഡ്രസ്സിംഗ്, പാക്കറ്റ് ഫുൾ സോഴ്സും ആൻഡ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഡാറ്റാഗ്രാമിൽ ഉണ്ടാവും. വെർച്വൽ സർക്യൂട്ടിൻ്റെ അകത്ത് ഷോർട്ട് വെർച്വൽ സർക്യൂട്ട് നമ്പർ ഐഡൻറ്റിഫയർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഡാറ്റാഗ്രാമിൻ്റെ അകത്ത് പാക്കറ്റ് ഇൻഡിപെൻഡൻ്റ്ലി റൂട്ട് ചെയ്യുന്നു. വെർച്വൽ സർക്യൂട്ടിൻ്റെ അകത്ത് ഒരു കണക്ഷൻ സെറ്റപ്പ് ഉണ്ടാക്കുമായും തന്നെ സെയിം പാത്ത് തന്നെയായിരിക്കും എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടാവുക. റൂട്ടർ ഫെയിലിയറിൻ്റെ എഫക്റ്റ്, ആ ഡാറ്റാഗ്രാമിൻ്റെ അകത്ത് ഏത് റൂട്ടറാണോ ഇപ്പോൾ ഒരു മെസ്സേജ് ഹാൻഡിൽ ചെയ്യുന്നത് ആ റൂട്ടർ ഫെയിൽ ചെയ്താൽ ആ മെസ്സേജ് മാത്രം ലോസ് ആവും, ബാക്കിയുള്ളതൊന്നും ലോസ് ആവില്ല. ബട്ട് വെർച്വൽ സർക്യൂട്ടിൽ ഒരു റൂട്ടർ പാത്തിലുള്ള ഒരു റൂട്ടർ ഫെയിൽ ചെയ്താൽ കംപ്ലീറ്റ് ഡാറ്റ തന്നെ ഫെയിലിയർ ആവും. കഞ്ചഷൻ കൺട്രോൾ ഡാറ്റാഗ്രാമിൻ്റെ അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ബട്ട് വെർച്വൽ സർക്യൂട്ടിൻ്റെ അകത്ത് എളുപ്പം നമുക്ക് കഞ്ചഷൻ കൺട്രോൾ മെക്കാനിസംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ സർക്യൂട്ട് സ്വിച്ചിങ് ആൻഡ് പാക്കറ്റ് സ്വിച്ചിങ്. ഇതും നമ്മൾ പഠിച്ച കൺസെപ്റ്റാണ്. എന്താണ് സർക്യൂട്ട് സ്വിച്ചിങ്, എന്താണ് പാക്കറ്റ് സ്വിച്ചിങ്. സർക്യൂട്ട് സ്വിച്ചിങ്ങിൻ്റെ അകത്ത് മെയിൻലി 3 സ്റ്റേജസ് ഉണ്ട്: കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഡാറ്റ ട്രാൻസ്ഫർ ആൻഡ് കണക്ഷൻ ടെർമിനേഷൻ. പാക്കറ്റ് സ്വിച്ചിങ്ങിൻ്റെ അകത്ത് പാക്കറ്റ് സ്വിച്ചിങ് ഡയറക്റ്റ്ലി ട്രാൻസ്ഫർ ഡാറ്റയാണ് ഡയറക്റ്റായി ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള 3 സ്റ്റേജസുകളൊന്നുമില്ല. എസ്റ്റാബ്ലിഷ് ചെയ്ത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് കണക്ഷൻ ക്ലോസ് ചെയ്തു എന്നുള്ള സ്റ്റേജസ് ഒന്നുമില്ല. സർക്യൂട്ട് സ്വിച്ചിങ്ങിൻ്റെ അകത്ത് ഈച്ച് ഡാറ്റ യൂണിറ്റ് നോ ദ എൻ്റയർ പാത്ത് അഡ്രസ് വിച്ച് ഈസ് പ്രൊവൈഡ് ബൈ ദ സോഴ്സ്. കാരണം ഓൾറെഡി ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, എല്ലാം സെയിം പാത്താണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർക്യൂട്ട് സ്വിച്ചിങ്ങിൻ്റെ അകത്ത് ഓരോ ഡാറ്റക്കും ഏത് പാത്ത് വഴിയാണ് പോകേണ്ടതെന്നുള്ള ഇൻഫർമേഷൻ അറിയാം. ബട്ട് പാക്കറ്റ് സ്വിച്ചിങ്ങിൽ അങ്ങനെയല്ല. ഓരോ ടൈമിലും ഈ റൂട്ടേഴ്സ് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഏതാണെന്നുള്ള കാര്യം മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഓരോ റൂട്ടറും തീരുമാനിക്കുകയാണ് ചെയ്യുക ഇന്ന ഇൻ്റർമീഡിയറ്റ് റൂട്ടർ വഴിയാണ് പോകേണ്ടത് എന്നുള്ളത്. സോ അവിടെ എത്തുമ്പം അത് വീണ്ടും അടുത്ത ഇൻ്റർമീഡിയറ്റ് റൂട്ടറെ ഡിസൈഡ് ചെയ്യും. അങ്ങനെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തും.
സർക്യൂട്ട് സ്വിച്ചിങ്ങിൻ്റെ അകത്ത് ഡാറ്റ ഈസ് പ്രോസസ്ഡ് അറ്റ് സോഴ്സ് സിസ്റ്റം ഓൺലി, ബട്ട് ഇൻ പാക്കറ്റ് സ്വിച്ചിങ് ഡാറ്റ ഈസ് പ്രോസസ്ഡ് അറ്റ് ഓൾ ദ ഇൻ്റർമീഡിയറ്റ് നോഡ് ഇൻക്ലൂഡിങ് സോഴ്സ് സിസ്റ്റം. കാരണം എന്താ, ഇവിടെ ഓൾറെഡി ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ആ പാത്തിലാണ് ഇത് ഫോളോ ചെയ്യുന്നത്. സോ സർക്യൂട്ട് സ്വിച്ചിങ്ങിൻ്റെ അകത്ത് സോഴ്സിൽ മാത്രം പ്രോസസ് ചെയ്താൽ മതി, ബാക്കി ആ പാത്ത് അതേപോലെ ഫോളോ ചെയ്താൽ മതി. ബട്ട് ഇവിടെ ഓരോ ടൈമിലും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഓരോ ഇൻ്റർമീഡിയറ്റ് റൂട്ടറും ഇതിനെ പ്രോസസ്സ് ചെയ്യും. ദെൻ ഡിലേ ബിറ്റ്വീൻ ഡാറ്റ യൂണിറ്റ് ഇൻ സർക്യൂട്ട് സ്വിച്ചിങ് ഈസ് യൂണിഫോം. സെയിം കൺസെപ്റ്റ് കൊണ്ട് തന്നെയാണ്, ഒരു കോമൺ പാത്ത് ഫോളോ ചെയ്യുന്നതുകൊണ്ട്. ബട്ട് ഇവിടെ കോമൺ പാത്ത് ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഡിലേ ബിറ്റ്വീൻ ഡാറ്റ യൂണിറ്റ് നോട്ട് യൂണിഫോം ആയിരിക്കും. ദെൻ റിസോഴ്സ് റിസർവേഷൻ ഈസ് ദ ഫീച്ചർ ഓഫ് സർക്യൂട്ട് സ്വിച്ചിങ് ബിക്കോസ് പാത്ത് ഈസ് ഫിക്സ്ഡ് ഫോർ ഡാറ്റ ട്രാൻസ്മിഷൻ. ഓൾറെഡി ഒരു പാത്ത് ഉള്ളത് കൊണ്ട് തന്നെ അവിടത്തേക്ക് വേണ്ട റിസോഴ്സുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി റിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ട് പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ, കൺജഷൻസ് ഒന്നും ഇല്ലാതെ ഇതിനെ ഫ്ലോ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇങ്ങനെയൊരു റിസോഴ്സ് റിസർവേഷൻ ഒന്നും പാക്കറ്റ് സ്വിച്ചിങ്ങിൻ്റെ കേസിലില്ല. ദെൻ സർക്യൂട്ട് സ്വിച്ചിങ് കൂടുതൽ റിലയബിൾ ആണ്, കാരണം കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് റിലയബിളായിട്ട് അവിടെ എന്തായാലും ഈ സെൻഡ് ചെയ്യുന്ന ഡാറ്റ അവിടെ എത്തുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഒരു റൂട്ടർ ഫെയിലിയർ ഒന്നും ഇല്ല എങ്കിൽ, മാത്രമല്ല കറക്റ്റ് ഓർഡറിൽ തന്നെ അവിടെ എത്തുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ പാക്കറ്റ് സ്വിച്ചിങ്ങിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു കേസ് ഇല്ല. ദെൻ വേസ്റ്റേജ് ഓഫ് റിസോഴ്സ് ഇൻ സർക്യൂട്ട് സ്വിച്ചിങ് കൂടുതലാണ്, കാരണം ഇത് ഓൾറെഡി ഒരു പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് അവിടത്തേക്ക് വേണ്ട റിസോഴ്സൊക്കെ ഓൾറെഡി റിസർവ് ചെയ്ത് വെക്കും. ഈവൻ ഫ്ലോ കുറഞ്ഞ ഒരു സമയത്താണെങ്കിൽ പോലും ആ റിസോഴ്സ് അവിടെ തന്നെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അവിടെ റിസോഴ്സുകൾ വേസ്റ്റ് ആവുകയാണ്. ബഫർ സ്പേസ് ആണെങ്കിലും ബാൻഡ് വിഡ്ത്ത് ആണെങ്കിലും അങ്ങനെയുള്ള റിസോഴ്സുകളൊക്കെ ഫ്ലോ കുറഞ്ഞ കേസിൽ പോലും അവിടെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് വെറുതെ വേസ്റ്റ് ആവുകയാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു റിസോഴ്സിൻ്റെ വേസ്റ്റേജ് പാക്കറ്റ് സ്വിച്ചിങ്ങിൽ സർക്യൂട്ട് സ്വിച്ചിങ്ങിനെക്കാട്ടും വളരെ കുറവായിരിക്കും. ഇത്രയാണ് പാക്കറ്റ് സ്വിച്ചിങ്ങും സർക്യൂട്ട് സ്വിച്ചിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഒന്നും 3 ഫേസസ്, അഡ്രസ്സ്, അതായത് ഏത് പാത്താണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ള അറിയുന്ന കേസ്, ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന സോഴ്സ് സിസ്റ്റത്തിൽ മാത്രമാണ് ഇവിടെ ഓരോ ഇൻ്റർമീഡിയറ്റ് റൂട്ടറിലും പ്രോസസ്സ് ചെയ്യും. ഡിലേ ഇവിടെ യൂണിഫോം ആയിരിക്കും, ഇവിടെ നോൺ യൂണിഫോം ആയിരിക്കും. ഇവിടെ റിസോഴ്സ് റിസർവേഷൻ നടക്കും, ഇവിടെ റിസോഴ്സ് റിസർവേഷൻ ഉണ്ടായിരിക്കില്ല. സർക്യൂട്ട് സ്വിച്ചിങ് കൂടുതൽ റിലയബിൾ ആണ്, പാക്കറ്റ് സ്വിച്ചിങ് അത്ര റിലയബിൾ അല്ല. ഇവിടെ റിസോഴ്സ് വേസ്റ്റേജ് കൂടുതലാണ്, ഇവിടെ റിസോഴ്സ് വേസ്റ്റേജ് കുറവാണ്. ഓക്കെ, ദെൻ ഫൈനൽ സിങ്ക്രോണസും അസിങ്ക്രോണസും തമ്മിലുള്ള ഡിഫറൻസ്. ഇതും നമ്മൾ ഓൾറെഡി പഠിച്ച കൺസെപ്റ്റാണ്. എന്താണ് സിങ്ക്രോണസ്, എന്താണ് അസിങ്ക്രോണസ്. എസ്പെഷ്യലി ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ കേസിൽ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സോ എന്തൊക്കെ ബേസിസിലാണ് ഇത് കമ്പയർ ചെയ്ത് നോക്കാം. മീനിങ്, ട്രാൻസ്മിഷൻ സ്പീഡ്, കോസ്റ്റ്, ടൈം ഇൻ്റർവൽ, ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഡാറ്റ ആൻഡ് എക്സാമ്പിൾസ്. Meaning, synchronous means sends data in the form of blocks or frames. ബ്ലോക്ക് അല്ലെ ഫ്രെയിംസിൻ്റെ ഫോമിലാണ് ഇവിടെ ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നത്. ഇവിടെ 1 ബൈറ്റ് ഓർ 1 ക്യാരക്ടർ അറ്റ് എ ടൈം എന്നുള്ള രീതിയിലാണ് എസിങ്ക്രോണസ് ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നത്. ട്രാൻസ്മിഷൻ സ്പീഡ് ഇവിടെ ഫാസ്റ്റാണ്, ഇവിടെ സ്ലോ ആണ്. കോസ്റ്റ് ഇവിടെ എക്സ്പെൻസീവ് ആണ്, എസിങ്ക്രോണസ് എക്കണോമിക്കലാണ്. ടൈം ഇൻ്റർവൽ സിങ്ക്രോണസിൻ്റെ അകത്ത് കോൺസ്റ്റൻ്റ് ആണ്, എസിങ്ക്രോണസിൻ്റെ അകത്ത് റാൻഡം ആണ്. ഡാറ്റകളുടെ ഇടയിലുള്ള ഗ്യാപ്പ് സിങ്ക്രോണസിൽ ഉണ്ടായിരിക്കില്ല, ബട്ട് അസിങ്ക്രോണസിൽ ഉണ്ടായിരിക്കും. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ സിങ്ക്രോണസിന് എക്സാമ്പിളാണ് ചാറ്റ് റൂംസ്, വീഡിയോ കോൺഫറൻസിങ്, ടെലിഫോണിക് കോൺവെർസേഷൻസ് എക്സെട്ര. അസിങ്ക്രോണസിന് എക്സാമ്പിളാണ് ലെറ്റേഴ്സ്, ഇമെയിൽസ്, ഫോറംസ് എക്സെട്ര. ഓക്കെ, സോ ഇത്രയാണ് 6th മൊഡ്യൂളിലെ ഫൈനൽ ടോപ്പിക്കായിട്ടുള്ള DHCP ആൻഡ് സം കമ്പാരിസൺസ്. DHCP ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. ഡൈനാമിക്കായിട്ട് IP അഡ്രസ്സിന് അസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. എങ്ങനെയാണ് ഈ ഒരു ഹാൻഡ് ഷേക്കിംഗ് മെക്കാനിസം നടക്കുന്നത്? DHCP സെർവറിനെ ഡിസ്കവർ ചെയ്യുന്നു, അവൈലബിൾ IP അഡ്രസ് ഓഫർ ചെയ്യുന്നു, IP അഡ്രസ് റിക്വസ്റ്റ് ചെയ്യുന്നു, അത് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഡാറ്റാഗ്രാം സബ്നെറ്റും വെർച്വൽ സർക്യൂട്ട് സബ്നെറ്റും തമ്മിലുള്ള ഡിഫറൻസ്, സർക്യൂട്ട് സ്വിച്ചിങ്ങും പാക്കറ്റ് സ്വിച്ചിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, ആൻഡ് ഫൈനലി സിങ്ക്രോണസും അസിങ്ക്രോണസും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, താങ്ക് യു.